നമ്മുടെ സ്വന്തം ശശി തരൂർ നരേന്ദ്രമോദിയുടെ പിന്നാലെ പായുന്നത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം ആദ്യം ഗവർണറാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഗവർണർമാരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഉപരാഷ്ട്രപതി പോസ്റ്റ് പെട്ടെന്ന് മാറി. അപ്പോൾ അദ്ദേഹം ധൻഖർ മാറി. അപ്പോൾ തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ പേരാണ് കിടന്നത്. ശശി തരൂരിനോടും പലരും ചാനൽ മീഡിയക്കാരും ചാനലുകാരും ബൈറ്റ് ചോദിച്ചപ്പോൾ അത് ശശി തരൂരിന് ഒരു പുഞ്ചിരിയിൽ ഒതുക്കി എന്ന് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ ഇരിക്കട്ട മച്ചമ്പി എന്നുള്ള നിലയിൽ ശശി തരൂർ നിന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ശശി തരൂരിൻ്റെ പേരിപ്പോൾ ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസും സി പി എമ്മും അതൊരു അവിയൽ മുന്നണിയാണ്. കോൺഗ്രസ് ഉണ്ട്, സി പി എം ഉണ്ട്, മമതാ ബാനർജി ഉണ്ട്, സ്റ്റാലിനുണ്ട്, എല്ലാവരും ഉണ്ട്. പരസ്പരം കാണുകയും കൊല്ലുകയും പോരടിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. എന്നാലൊരു മുന്നണിയാണത്. INDA, ഇന്ത്യ മുന്നണി എന്നല്ല, ഒരു INDA മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ 9 നടക്കുന്ന മത്സരത്തിൽ 2 ഭാഗത്തിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇതിനിടയിൽ വരുന്നൊരു വാർത്ത BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് BJPക്കാരനോ BJPക്കാരിയോ ആയിരിക്കും. സീനിയറായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരിക്കും. BJPയിലെ വെളിയിൽ നിന്ന് ആരെയും അവർ എടുക്കുന്നില്ല. ഇതിനിടയ്ക്കാണ് അവർ വെളിയിൽ നിന്നുള്ള ആളുകളെയും പരിഗണിക്കുന്നു എന്നുള്ള പേരിലാണ് ശശി തരൂരൊക്കെ വന്നത്. പക്ഷേ എന്തായാലും ശശി തരൂരിനെ അവർ പരിഗണിക്കുന്നില്ല. BJPയുടെ സീനിയറായിട്ടുള്ള ഏതെങ്കിലും നേതാക്കളെയാണ്. പിന്നെ അതിനകത്ത് ഇപ്പം നോർത്ത് ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള ഒരു നിരവധി മന്ത്രിമാരുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനും പ്രഹ്ലാദ് ജോഷിയും അടക്കമുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട്. അപ്പോൾ NDA മുന്നണിയിലെ ബാക്കി നിതീഷ് കുമാറും അടക്കമുള്ള ആളുകളുടെ ഒരു ചിന്ത എന്തുകൊണ്ട് ഒരു സർവതന്ത്ര സ്വതന്ത്രനായ, നേരത്തെ നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കിയതുപോലെ ഒരു സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള ഒരു അക്കാഡമീഷ്യനെയോ അങ്ങനെയുള്ള സയൻറ്റിസ്റ്റിനെയോ അങ്ങനെയുള്ള ആരെങ്കിലും എന്തുകൊണ്ട് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആക്കിക്കൂടാ എന്നൊരു ചോദ്യവും ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സെപ്റ്റംബർ 9 അറിയാൻ കഴിയുകയുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ടെടുപ്പുണ്ടാവും. MLA മാരാണ് വോട്ട് ചെയ്യേണ്ടത്. വോട്ടെടുപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്കിനെ അറിയാൻ കഴിയുന്ന സമയമെടുക്കും. അതേസമയം NDA മുന്നണി മത്സരിച്ചില്ല എങ്കിൽ ഏകപക്ഷീയമായി BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കും. അപ്പോഴും BJP സ്ഥാനാർത്ഥി മതി, സ്വതന്ത്രരെ പരീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാർക്കാർക്കും കൊടുക്കേണ്ട, നമുക്ക് തന്നെ എടുക്കണം എന്നുള്ള നിലയിലാണ് RSSും BJP നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആര് എന്നറിയാൻ കൗതുകമുണ്ട്. അത് വളരെ താമസിയാതെ തന്നെ ഈ മാസം തന്നെ, എനിക്കൊന്ന് തൊട്ടടുത്ത് നടക്കുന്ന NDAയുടെ മീറ്റിങ്ങിൽ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ വൈസ് പ്രസിഡന്റ് എന്ന്.